ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഡേ 29 വരികയാണ്. ടാർജറ്റ് നീറ്റ് 2021. നമ്മൾ ഈ വീഡിയോയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൂന്ന് സബ്ജക്ട്സിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ബയോളജി വെച്ച് തുടങ്ങാം, ദെൻ കെമിസ്ട്രി ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫിസിക്സ്. ഓക്കെ, നമ്മൾ ബയോളജിയിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലാന്റ് ഫിസിയോളജി. നിങ്ങൾക്കറിയാം, +1 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള റെസ്പിറേഷൻ, ഫോട്ടോസിന്തസിസ്, ഇതിനെല്ലാം ഒന്ന് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്യുവർലി NCERT ആണ്. പലരും എന്നോട് ചോദിച്ചിരുന്നു കുറച്ചുകൂടിയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. നിങ്ങളോട് ചോദിക്കുന്നതിൽ വെച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം ഇത് പ്യുവർലി NCERT ക്വസ്റ്റ്യൻസ് ആണ്. പ്യുവർലി NCERT ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അത്യാവശ്യം കുറച്ച് ബേസ് അറിയും വേണം. പെട്ടെന്ന് കിട്ടുന്നൊരു ക്വസ്റ്റ്യനും അല്ല. ഓക്കെ, ചില ആളുകൾക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഞാൻ കോമൺ കേസാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. How many of the following compounds contain 2 carbon, 3 carbon and 4 carbon respectively? Okay, so 2 carbon compounds വേണം, 3 carbon compounds വേണം, 4 carbon compounds വേണം. ഫസ്റ്റ് ഓഫ് ഓൾ, അസ്പാർട്ടിക് ആസിഡ്. നമുക്കറിയാം അസ്പാർട്ടിക്, ഞാൻ ആദ്യം ഓപ്ഷൻസ് വായിക്കാം. അസ്പാർട്ടിക് ആസിഡ്, ഓക്സാലോ അസറ്റിക് ആസിഡ്, അസറ്റൈൽ കോഎൻസൈം എ, പൈറൂവിക് ആസിഡ്, സക്സിനിക് ആസിഡ്, ഫോസ്ഫോഇനോൾ പൈറൂവിക് ആസിഡ്, ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, ഫോസ്ഫോഗ്ലൈക്കോലിക് ആസിഡ്. ഓക്കെ, ഇതിൽ നിന്ന് 2 കാർബൺ, 3 കാർബൺ, 4 കാർബൺ, ഇത്തരത്തിൽ നമ്മൾ വേർതിരിച്ചെഴുതണം. ഓക്കെ, നമുക്കറിയാം അസ്പാർട്ടിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? 4 കാർബൺ കോമ്പൗണ്ട് ആണ്. അതുപോലെ ഓക്സാലോ അസറ്റിക് ആസിഡ് എന്താണ്? ഒരു സംശയവുമില്ല, 4 കാർബൺ കോമ്പൗണ്ട്സ് ആണ്. നെക്സ്റ്റ്, അസറ്റൈൽ കോഎൻസൈം എ എന്ന് പറയുന്നത് 2 കാർബൺ കോമ്പൗണ്ട് ആണ്. ദെൻ പൈറൂവിക് ആസിഡ് എന്ന് പറയുന്നതോ 3 കാർബൺ കോമ്പൗണ്ട് ആണ്. സക്സിനിക് ആസിഡോ 4 കാർബൺ കോമ്പൗണ്ട് ആണ്. നെക്സ്റ്റ്, ഫോസ്ഫോഇനോൾ പൈറൂവിക് ആസിഡ് എന്ന് പറയുന്നത് 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്ന് പറയുന്നത് എഗെയിൻ 3 കാർബൺ കോമ്പൗണ്ട് ആണ്. പക്ഷേ ഫോസ്ഫോഗ്ലൈക്കോലിക് ആസിഡ് എന്താണ്? ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഇതെന്താണ്? 2 കാർബൺ കോമ്പൗണ്ട് ആണ്. അപ്പോൾ 2 കാർബൺ കോമ്പൗണ്ട്സ് എത്ര എണ്ണം ഉണ്ട്? അസറ്റൈൽ കോഎൻസൈം എ ഉണ്ട്, അതുപോലെ പിന്നെ ഏതുണ്ട്? ഫോസ്ഫോഗ്ലൈക്കോലിക് ആസിഡ് ഉണ്ട്. സോ 2 പേര് 2 കാർബൺ കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, അത്തരത്തിലുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ 3 കാർബൺ കോമ്പൗണ്ട്സിലോട്ട് വന്നാൽ ഏതൊക്കെയാണുള്ളത്? 3 കാർബൺ എന്ന് പറയുമ്പോൾ ഒന്ന് പൈറൂവിക് ആസിഡ്, ഒരു സംശയമില്ല അതിൽ, പൈറൂവിക് ആസിഡ്. ദെൻ ഫോസ്ഫോഇനോൾ പൈറൂവിക് ആസിഡ് ഉണ്ട്, അതുപോലെ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ട്. 3 കോമ്പൗണ്ട്സ് ഉണ്ട്. സോ 3 വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, 4th ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, 2 and 3 കറക്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് 4th കാർബൺ കോമ്പൗണ്ട്സ് എന്തായിരിക്കും? ഇവിടെ അസ്പാർട്ടിക് ആസിഡ്, ഓക്സാലോ അസറ്റിക് ആസിഡ്, നെക്സ്റ്റ് സക്സിനിക് ആസിഡ്. 3 കോമ്പൗണ്ട്സ് 4 കാർബണിൽ വരുന്നുണ്ട്. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. ഓക്കെ, സോ നമ്പർ ഓഫ് കാർബൺസ് എത്രയാണെന്ന് മനസ്സിലാക്കുക. ഈ ചാപ്റ്റർ ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ, ഈ ചാപ്റ്റർ നമ്മൾ പല സൈക്കിൾസ് പഠിക്കുന്നുണ്ട്. ക്രെബ്സ് സൈക്കിൾ പഠിക്കുന്നുണ്ട്. ക്രെബ്സ് സൈക്കിൾ വരുന്ന പല കോമ്പൗണ്ട്സ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ കാണാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊന്ന് പറയുകയാണെങ്കിൽ, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ഓക്കെ, സിട്രിക് ആസിഡ് കഴിഞ്ഞിട്ട് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് വരും. ഇത് എത്ര കാർബണുള്ള കോമ്പൗണ്ട് ആണ്? 5 കാർബണുള്ള കോമ്പൗണ്ട് ആണ്. ശരിയല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള നമ്പർ ഓഫ് കാർബൺസ് നിങ്ങൾ ഓർത്തിരിക്കുക. അത് വളരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കെമിസ്ട്രിയിലോട്ട് വരാം. ഞാനൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. നമുക്ക് സിംപ്ലൈസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. 20 ml of 0.2 molar Al2SO4 thrice is mixed with, so Al2SO4 thrice is mixed with 20 ml of 0.6 molar BaCl2. Concentration of Al3 plus ion in the solution will be. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോൺസെൻട്രേഷൻ ആണ്. ശരിയല്ലേ? സോ നിങ്ങൾ ഓപ്ഷനിലോട്ട് നോക്കി മനസ്സിലാവും, എല്ലാ ഓപ്ഷൻസിലും നിങ്ങൾക്ക് മോളാർ എന്നുള്ളത് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മൊളാരിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മൊളാരിറ്റിയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ എന്താണ്?
നമുക്കറിയാം മൊളാരിറ്റി ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ശരിയല്ലേ? വോള്യം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പോൾ നമുക്കിതിന്ന് നമുക്ക് ഏതിൻ്റെ കോൺസെൻട്രേഷനാണ് കാണേണ്ടത്? Al3+ൻ്റെ കോൺസെൻട്രേഷനാണ്. ഈ Al3+ വരുന്ന Al2SO4 ത്രൈസ് എന്ന് പറയുന്ന കോമ്പൗണ്ടിലാണ്. ഓക്കെ, സോ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണണം, അതായത് N കാണണം. നമ്പർ ഓഫ് മോൾസ് കാണാൻ ഇത് വോള്യമാണ്, മില്ലി ലിറ്റർ എന്ന് പറയുമ്പോൾ വോള്യമാണ്. ഇത് എന്താണ് 0. മോളാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെയും മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. 20 × 0.2 അത് ചെയ്താൽ നമുക്ക് മുകളിലെ പാർട്ടായിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഓക്കെ, അപ്പോൾ 20 എന്നതിനെ ഇത് 20 ml ആണ്. അതിന് നമ്മൾ ലിറ്ററിലോട്ട് മാറ്റുകയാണെങ്കിൽ 20 × 10⁻³ ഇൻറ്റു 0.2 മോളാർ ഡിവൈഡഡ് ബൈ. ഇനി ഇവിടെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ നോക്കി നോക്കൂ നിങ്ങൾ. ഇവിടെ ആയിരിക്കും മിക്കപ്പോഴും തെറ്റ് സംഭവിക്കാനുള്ള ചാൻസ്. നമ്മളോട് ചോദിച്ചുള്ളത് Al3+ അയോൺസ് ആണ്. പക്ഷെ നമ്മൾ കോമ്പൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ എത്ര Al3+ അയോൺസ് വരുന്നുണ്ട്? 2 എണ്ണം വരുന്നുണ്ട്. Al2 ആണ്. സോ 2 എണ്ണം വരുന്നുണ്ട്. 2 എണ്ണം പെർ മോളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റു 2 എന്ന് ചെയ്യണം. അത് വിട്ടുപോകരുത്. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ വോള്യം ഓഫ് സൊല്യൂഷൻ. വോള്യം ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 20 ml + 20 ml രണ്ടിൻ്റെയും വോള്യം ആഡ് ചെയ്യണം. 20 ml എന്ന് പറയുമ്പോൾ 20 × 10⁻³ ലിറ്റർ. കാരണം ലിറ്ററിലാണ് എടുക്കേണ്ടത്. അത് 2 20 × 10⁻³ ഉണ്ട്. അപ്പോൾ 2 × 20 × 10⁻³ കാരണം 20 × 10⁻³ + 20 × 10⁻³ ആയിരിക്കും ഡിനോമിനേറ്റർ വരിക. ഇനി നമുക്ക് ചെയ്ത് നോക്കിയാൽ ഇത് കട്ട് ചെയ്യാം. ഈ രണ്ടും കട്ട് ചെയ്യാം. 20ഉം 20ഉം കട്ട് ചെയ്യാം. 10⁻³ 10⁻³ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.2 മോളാർ എന്ന് കിട്ടും. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 1 0.2 മോളാർ. നമ്മൾ എങ്ങനെ ആൻസറിലോട്ട് എത്തിയത്? നമ്മളോട് ചോദിച്ചുള്ളത് Al3+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. നമ്മൾ ഓപ്ഷനിൽ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ചോദിക്കുന്നത് എന്താണ്? മോളാറാണ്. ശരിയല്ലേ? മൊളാരിറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ മൊളാരിറ്റിയുടെ ഫോർമുല നമ്മൾ എഴുതി, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. പിന്നെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ വോള്യത്തിനെയും ഈ മോളാറിനെയും മൊളാരിറ്റിയും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തു. നമ്പർ ഓഫ് മോൾസ് കിട്ടി. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോമ്പൗണ്ട് Al2SO4 ത്രൈസ് ആണ്. സോ 2 Al+ അയോൺസ് അതിൽ വരുന്നുണ്ട്, Al3+ അയോൺസ് വരുന്നുണ്ട്. അപ്പോൾ 2 എന്ന് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണം. പെർ മോളിൽ 2 Al3+ അയോൺസ് വരുന്നുണ്ട്. സോ അതാണ് തെറ്റാനുള്ള ഒരു ചാൻസ് ആയിട്ട് വരുന്നത്. പിന്നെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, വളരെ സിമ്പിളാണ്. 1-2 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നിങ്ങൾ ഇതിൽ എന്ത് ചെയ്യും? നിങ്ങൾ എക്സ്പെർട്ട് ആവാൻ പറ്റുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ അത്. ഓക്കെ, ഇനി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനിലോട്ട് വരാം. ദി റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് 2 gases X and Y is in the ratio of 1:5 and that of Y and Z is in the ratio of 1:6. The ratio of the rate of diffusion of Z with respect to X. നമുക്കിതൊന്ന് എഴുതി നോക്കാം. തന്നിലുള്ള ഡാറ്റാസ് ഒന്ന് എഴുതി നോക്കാം. ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷനെ ഞാൻ R എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് 2 gases X and Y ഈസ് ഇൻ ദ റേഷ്യോ 1:5 എന്ന് തന്നിട്ടുണ്ട്. സോ ഞാൻ RX/RY നമുക്ക് എന്ത് എഴുതാം? 1:5 അഥവാ 1/5 എന്ന് എഴുതാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഓഫ് Y ആൻഡ് Z ഈസ് ഇൻ ദ റേഷ്യോ 1:6 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാം? RY/RZ എന്തായിട്ട് എഴുതാം? നമുക്ക് 1:6 അഥവാ 1/6 ആയിട്ട് എഴുതാം. ശരിയല്ലേ? ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദ റേഷ്യോ ഓഫ് ദി റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് Z വിത്ത് റെസ്പെക്ട് ടു X. അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് RZ/RX ആണ്. ശരിയല്ലേ? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവരൊന്ന് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം. സോ RX/RY ഇൻറ്റു RY/RZ.
ഇത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഈ ആർ വൈയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർ എക്സ് ബൈ ആർ സെറ്റ് കിട്ടും. ശരിയല്ലേ? ആർ എക്സ് ബൈ ആർ സെറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആർ സെഡ് ബൈ ആർ എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ നമുക്ക് കിട്ടേണ്ട ആൻസർ? ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇവരൊന്ന് മൾട്ടിപ്പിൾ ചെയ്യാം. ആർ എക്സ് ബൈ ആർ വൈ എന്ന് പറയുമ്പോൾ 1/5 ഇൻറ്റു ആർ വൈ ബൈ ആർ സെറ്റ് എന്ന് പറയുമ്പോൾ 1/6. ഇത് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 1/30 കിട്ടും. 5×6 = 30. ഇതെന്താണ്? ആർ എക്സ് ബൈ ആർ സെറ്റ് ആണ്. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഇത് ആർ എക്സ് ബൈ ആർ സെറ്റ് ആണ് 1/30. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ആർ സെഡ് ബൈ ആർ എക്സ്. അതിനെ തിരിച്ചിടുന്നതാണ് നമുക്ക് കിട്ടേണ്ടത്. സോ ആർ സെഡ് ബൈ ആർ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 30/1 ആയിരിക്കും. അതായത് 30:1 ആയിരിക്കും. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം തന്നിട്ടുള്ള ഡാറ്റാസ് എഴുതി. എക്സ് ആൻഡ് വൈ ഇൻ ദ റേഷ്യോ എന്ന് പറയുമ്പോൾ ആർ എക്സ് ബൈ ആർ വൈ ഈസ് ഈക്വൽ ടു 1/5. അതുപോലെ ആർ വൈ ബൈ ആർ സെഡ് ഈക്വൽ ടു 1/6. ദെൻ നമ്മൾ അതിനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർ എക്സ് ബൈ ആർ സെഡ് കിട്ടും. അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്താൽ നമുക്ക് കിട്ടേണ്ട ആൻസർ ആയിട്ടുള്ള ആർ സെഡ് ബൈ ആർ എക്സ് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനോട് വരാം. നമ്മുടെ ഡയമെൻഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോസുകളിൽ ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന മറ്റൊരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ദി പെയർ ഓഫ് ക്വാണ്ടിറ്റീസ് ഹാവിങ് സെയിം ഡയമെൻഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഞാൻ ഓപ്ഷൻ വായിക്കാം. യങ്സ് മോഡുലസ് ആൻഡ് എനർജി. ഇത് ശരിയാണോ? ശരിയല്ല, തെറ്റാണ്. നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് വർക്കിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് പ്രഷറിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. ഇമ്പൾസ് ആൻഡ് സർഫസ് ടെൻഷൻ ശരിയല്ല. നമുക്കറിയാം ഇമ്പൾസ് എന്താണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം ആണ്. സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സ് പെർ ലെങ്ത്, അതിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. ദെൻ ആംഗുലാർ മൊമെൻറ്റം ആൻഡ് വർക്ക് ശരി, കറക്റ്റായിട്ട് വരില്ല. ദെൻ വർക്ക് ആൻഡ് ടോർക്ക് കറക്റ്റാണ്. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. വർക്ക്, ടോർക്ക്, എനർജി ഇവർക്കൊക്കെ എന്തായിരിക്കും? സെയിം ഡയമെൻഷൻസ് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. ഇത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ വരാൻ പോകുന്ന നീറ്റ് എക്സാമിൽ എക്സ്പെക്ട് ചെയ്യാം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മുമ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോസസ് ഹീറ്റ് ഈസ് നെയ്തർ അബ്സോർബ്ഡ് നോർ റിലീസ്ഡ് ബൈ എ സിസ്റ്റം? എത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഐസോതെർമൽ, അഡയബാറ്റിക്, ഐസോബാറിക്, ഐസോകോറിക്. അവർ ആൻസർ വിൽ ബി വിച്ച് വൺ? അഡയബാറ്റിക് ആയിരിക്കും നമ്മുടെ ആൻസർ. ശരിയല്ലേ? അഡയബാറ്റിക് ആണെങ്കിൽ ഹീറ്റിൻ്റെ എക്സ്ചേഞ്ച് ഉണ്ടാവില്ല. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഹീറ്റിൻ്റെ എക്സ്ചേഞ്ച് ഉണ്ടാവില്ല. അതിനെ വിളിക്കുന്ന പേരാണ് അഡയബാറ്റിക്. ഇത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത്തരത്തിലുള്ള സെയിം മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ മാർക്ക് ബൂസ്റ്റപ്പ് ചെയ്യാം. സോ നമുക്കറിയാം ഐസോതെർമൽ എന്ന് പറയുമ്പോൾ സെയിം ടെമ്പറേച്ചർ ആയിരിക്കും. ഐസോബാറിക് എന്ന് പറയുമ്പോൾ സെയിം പ്രഷർ ആയിരിക്കും. ഐസോകോറിക് എന്ന് പറയുമ്പോൾ സെയിം വോളിയം ആയിരിക്കും. അതൊന്നും ആൻസർ ആയിട്ട് വരില്ല. ഹീറ്റിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലോട്ട് വരാം. ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് കംപ്രസ്ഡ് ടു ഹാഫ് ഇറ്റ്സ് ഇനീഷ്യൽ വോളിയം ബൈ മീൻസ് ഓഫ് സെവറൽ പ്രോസസ്സസ്. വിച്ച് ഓഫ് ദീസ് പ്രോസസ്സസ് റിസൾട്ട്സ് ഇൻ മാക്സിമം വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ്? സോ പറഞ്ഞിട്ടുള്ളത് ഒരു ഐഡിയൽ ഗ്യാസിനെ കംപ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഇനീഷ്യൽ വോള്യത്തെ പകുതിയാക്കി മാറ്റിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഏത് പ്രോസസ്സിലായിരിക്കും കൂടുതൽ വർക്ക് നടക്കുക? ഐസോബാറിക് ഒരു ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്, ഐസോകോറിക് ഒരു ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്, ഐസോതെർമൽ ഒരു ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്, അഡയബാറ്റിക് ഒരു ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ആക്ച്വലി നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വേണമെങ്കിൽ ഐസോകോറിക്കിനെ റിമൂവ് ചെയ്യാം. കാരണം ഐസോകോറിക്കിൽ എന്ത് വരുന്നില്ല? വോള്യത്തിൽ ചേഞ്ച് വരുന്നില്ല. അവിടുത്തെ വോള്യം കോൺസ്റ്റന്റ് ആയിരിക്കും. സോ വേണമെങ്കിൽ കാണുമ്പോഴേ നമുക്ക് ഐസോകോറിക്കിനെ റിമൂവ് ചെയ്യാം. എങ്കിലും നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, നിങ്ങളൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്രഷർ ആൻഡ് ഇവിടെ വോള്യം എടുക്കുകയാണെങ്കിൽ സപ്പോസ് ഞാനിവിടെ ഇനീഷ്യൽ വോള്യം V ആയിട്ട് എടുത്തു. ഓക്കെ, പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യൽ വോള്യം പകുതിയായി മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് ഇത് V/2 ആണെങ്കിൽ ഇവിടെ ഞാൻ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഇവിടെ ഇത് പ്രഷറിൻ്റെ ആക്സിസ് ആണ്.
സോ ഐസോബാറിക് നമുക്ക് ഫസ്റ്റ് ഓപ്ഷനായിട്ട് എടുക്കുകയാണെങ്കിൽ ഐസോബാറിക് എന്ന് പറഞ്ഞാൽ സെയിം പ്രഷർ ആയിരിക്കും. സോ സെയിം പ്രഷർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും അല്ലേ, പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ 1. ശരി, ഇനി നമ്മുടെ ഐസോതെർമലിലോട്ട് വരികയാണ്. ഐസോകോറിക് പോസിബിൾ അല്ല. ദെൻ ഞാൻ ഐസോതെർമലിലോട്ട് വരികയാണ്. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ വരച്ചിട്ടുണ്ട്, ഏകദേശം ഇങ്ങനെയായിരിക്കും. കുറച്ചുകൂടി ഉണ്ടാവും, കുറച്ച് സ്ലോപ്പ് ഉണ്ടാവും. ഓക്കെ, ഐസോതെർമലായിട്ട് എടുക്കാം നമുക്കിതിനെ. ദെൻ ഇനി നമുക്ക് ആരെടുക്കാം, അഡയബാറ്റിക് എടുക്കാം. നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, അഡയബാറ്റിക്കിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആരെക്കാളും കൂടുതലാണ്, ഐസോതെർമലിനേക്കാളും കൂടുതലാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അഡയബാറ്റിക്കിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഐസോതെർമലിനേക്കാളും കൂടുതലാണ്. അപ്പോൾ നമുക്ക് സെയിം, ഞാൻ ഈ പോയിന്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് കുറച്ചുകൂടി കൂട്ടിയിട്ട് വരയ്ക്കാം. ഓക്കെ, ഞാൻ വരയ്ക്കുന്നതിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഇതിന് കൂടുതൽ, അഡയബാറ്റിക്കിന് കൂടുതൽ സ്ലോപ്പ് ആണെന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ നോക്കൂ, ഇതിൽ ഏതിൻ്റെ അണ്ടറിലാണ് കൂടുതൽ ഏരിയ വരുന്നത്? ഒരു സംശയമില്ല, അഡയബാറ്റിക്കിൻ്റെ അണ്ടറിലാണ് കൂടുതൽ ഏരിയ വരുന്നത്. ശരിയല്ലേ? ഈ അഡയബാറ്റിക്കിൻ്റെ അണ്ടറിലാണ് കൂടുതൽ ഏരിയാസ് വരുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം വർക്ക് ഡൺ ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അഡയബാറ്റിക് ആയിരിക്കും. കാരണം ഏരിയ കൂടുതലാണ്. സോ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഗ്രാഫിൽ ഏരിയ കൂടുതലായതുകൊണ്ട് മാക്സിമം വർക്ക് അഡയബാറ്റിക്കിൻ്റെ അണ്ടറിലായിരിക്കും വരിക. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. ഓക്കെ, സോ നിങ്ങൾ എന്താ നമ്മൾ ചെയ്ത്, പ്രഷർ വോളിയം ഗ്രാഫ് വരച്ചു. ഇനി വോളിയം പകുതിയായി കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐസോബാറിക്കിൻ്റെ വരച്ചു നമ്മൾ, ഐസോതെർമലിൻ്റെ വരച്ചു നമ്മൾ, അഡയബാറ്റിക്കിൻ്റെ വരച്ചു. നമുക്കറിയാം അഡയബാറ്റിക്കിൻ്റെ സ്ലോപ്പ് കമ്പയർ ടു ഐസോതെർമൽ എന്തായാലും കൂടുതലായിരിക്കും. സോ ഇതിനെന്തായിരിക്കും, കൂടുതൽ ഏരിയ ഇതിൻ്റെ അണ്ടറിൽ വരും. സോ മാക്സിമം വർക്ക് ഡൺ ആയിരിക്കും. ആരെ കമ്പയർ ചെയ്യുമ്പോൾ, ഐസോതെർമലിൽ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഐസോകോറിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല, അത് വരില്ല. ഓക്കെ, സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. ഓക്കെ, ഇനി നമുക്ക് സെയിം ഇത്തരത്തിലുള്ള ചാപ്റ്ററിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ തെർമോഡൈനാമിക് പ്രോസസ്, തെർമോഡൈനാമിക്സ് ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? ഇൻ ആൻ ഐസോകോറിക് പ്രോസസ് പ്രഷർ റിമൈൻസ് കോൺസ്റ്റന്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇൻ ആൻ ഐസോകോറിക് പ്രോസസ് പ്രഷർ റിമൈൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ഐസോകോറിക് പ്രോസസ്സിൽ വോള്യമാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരിക, സോ അവർ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ തെറ്റാണ്. നമുക്ക് ആൻസർ കിട്ടി. ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 1 ആയിരിക്കും. ശരിയല്ലേ? പിന്നെ ഓപ്ഷൻ 2 വന്നാൽ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ് ദ ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ്, അത് ശരിയാണ്. ഇൻ ആൻ അഡയബാറ്റിക് പ്രോസസ് PV raised to gamma is equal to constant, അത് ശരിയാണ്. ദെൻ ഇൻ ആൻ അഡയബാറ്റിക് പ്രോസസ് ദ സിസ്റ്റം ഈസ് ഇൻസുലേറ്റഡ് ഫ്രം ദി സറൗണ്ടിങ്, അതും ശരിയാണ്. സോ 3 ഓപ്ഷൻസ് ശരിയാണ്, ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. സോ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 1. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വരാൻ പോകുന്ന സീരീസുകളിൽ ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടെല്ലാം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.